ഞാൻ ഓൾറെഡി മിഡിൽ ഈസ്റ്റിൽ ഒരു 90s സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ കമ്പനി 2009 ബിഗിനിങ്ങിലാണ് ഒരു ബിം എന്നുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ ഫ്രം മാനേജ്മെൻറ്റ് തന്നെ ഉണ്ടായിരുന്നത് ഭയങ്കര ഡിഫൻസ് ആയിട്ടുള്ള ഒരു മോഡിലാണ് ആൾക്കാർ എടുത്തിരുന്നത്. കാരണം ഇത് കോസ്റ്റ് കൂടും, പുതിയ സോഫ്റ്റ്വെയർ വേണം, കുറേ പുതിയ സ്കിൽ സെറ്റ് വേണം, ആൾക്കാർ ട്രെയിനിങ് വേണം, അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ബിഗിനിങ്ങിൽ വന്നിരുന്നു. ഒരു ഓർഡർ മെത്തേഡിൽ നിന്ന് ചേഞ്ചസ് പറഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഷിഫ്റ്റായിരുന്നു. എല്ലാം കൾച്ചറലി തന്നെ നമ്മുടെ ഒരു അപ്രോച്ച്, ഡ്രോയിങ്ങിൻ്റെ അപ്രോച്ച് 3D അതുപോലെ 2D ഉള്ള കൺവെൻഷണൽ മെത്തേഡിൽ നിന്ന് പോയിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ അടക്കം അപ്രോച്ച് മാറ്റും. അതായത് കംപ്ലീറ്റ് ആൾക്കാരുടെ പേഴ്സ്പെക്റ്റീവ് ഡ്രോയിങ്ങിനെ പറ്റിയുള്ളതും ചേഞ്ച് ആവണം ചെയ്തത്. അതുപോലെ സൈറ്റിലുള്ള യൂസേജ് ആയാലും ആൾക്കാർക്ക് പെട്ടെന്ന് വിഷ്വലൈസേഷനാണ് അത് എൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് അധികം ആൾക്കാർക്ക് ഇമ്പ്രസ് ചെയ്തതും. അതുകൊണ്ടാണ് ബിഗിനിങ്ങിൽ ആ സാധനം ഈ ബിം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ബിഗിനിങ്ങിൽ ആൾക്കാർ കൂടുതലും അഡോപ്റ്റ് ചെയ്യാൻ കാരണം അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ പാർട്ടാണ്. പിന്നീടാണ് അതിൻ്റെ ഇൻഫർമേഷനൊക്കെ വന്നത്. ഞാൻ പേഴ്സണലി ബിം മാനേജറായിട്ട് വർക്ക് ചെയ്തൊരു പ്രോജക്റ്റാണ് അഡ്രസ് ജുമേറ എന്നുള്ള പ്രോജക്റ്റ്. ദുബൈയിൽ ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡിൻ്റെ അടുത്ത് ഉള്ളൊരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിലാണ് ഭയങ്കര നമുക്ക് എന്താ പറയുക ചലഞ്ചിങ് ആയിട്ടുള്ള പ്രോജക്റ്റായിട്ട് നമ്മൾ ചെയ്തത്. കാരണം കംപ്ലീറ്റ് 100% സബ് കോൺട്രാക്ടേഴ്സ്, മെയിൻ കോൺട്രാക്ടർ സൈഡിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ ഏകദേശം ഒരു 40ഓളം സബ് കോൺട്രാക്ടേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവരും ബിം ആണ് വർക്ക് ചെയ്ത്, എല്ലാവരും ഷോപ്പ് ഡ്രോയിങ്സ് ഓൾമോസ്റ്റ് എവരി സബ് കോൺട്രാക്ടേഴ്സും അതിൽ ഷോപ്പ് ഡ്രോയിങ്സും ചെയ്തിട്ടുള്ളത് ബിമ്മിൽ നിന്നാണ്. അപ്പോൾ അതൊരു ജസ്റ്റ് ചലഞ്ചിങ് പ്രോജക്റ്റായിരുന്നു. അത് നമുക്ക് ബെറ്ററായിട്ട് അതിൻ്റെ പ്രോഗ്രസ് മോണിറ്ററിങ്ങും അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം പ്രൊജക്റ്റ് മാനേജേഴ്സിനും ക്ലയൻറ്റിനൊക്കെ മന്ത്ലി പ്രോഗ്രസ് റിപ്പോർട്ടും എല്ലാം അതിൽ നിന്ന് കൊടുക്കാൻ പറ്റി. അതൊരു ചലഞ്ചിങ് പ്രോജക്റ്റായിരുന്നു. ലാർജർ പ്രോജക്റ്റിൽ നമ്മളൊരു ഇതിൻ്റെ ബിഗ്ഗസ്റ്റ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ മോഡലിങ്ങിൻ്റെ ഒരു ടാസ്ക്, പിന്നെ നമ്മുടെ ഈ സപ്ലൈ ചെയിൻ കംപ്ലീറ്റ്ലി ബിം എനേബിൾഡ് ആയിരിക്കില്ല. അതാണ് ഒരു പ്രശ്നം. കാരണം എല്ലായിടത്തും ബിം സോഫ്റ്റ്വെയർസ് ഇല്ല, അവർക്ക് സ്റ്റാഫില്ല, അപ്പോൾ ഔട്ട്സോഴ്സ് ചെയ്യേണ്ടി വരും. അതുപോലത്തെ ചലഞ്ചസ് ഉണ്ടാവും. അതുപോലെ ഉണ്ടായിരുന്ന ബിഗ്ഗസ്റ്റ് ചലഞ്ചാണ് ഫെഡറേഷൻ. ഇത്രയും അധികം മോഡൽസ് വരുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയുള്ള സോഫ്റ്റ്വെയർ, അതുപോലെ അതിൻ്റെ CD ലിമിറ്റേഷൻസ്, അങ്ങനെ കുറച്ച് ലിമിറ്റേഷൻസും നമ്മൾ വർക്ക് വരുമ്പോഴാണ് അതിൻ്റെ ചലഞ്ചസ് വരുന്നത്. വലിയ മോഡലൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ ഹാർഡ്വെയറിൽ ചേഞ്ച് വരണം, സോഫ്റ്റ്വെയറിൽ ചേഞ്ച് വരണം. അപ്പോൾ ഇവഞ്ച്വലി ഒരു സ്ലോ പ്രോസസ്സായിരുന്നു അത്. പെട്ടെന്ന് ഒരു ഒറ്റ മൊമെൻറ്റിൽ കംപ്ലീറ്റ് നമുക്ക് ഒരു ഫ്ലാഷ് പോലെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതൊരു ആൾക്കാരെ സ്ലോ പ്രോസസ്സിങ് ആണ്. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി നല്ല ഔട്ട്കം വന്നിട്ടുണ്ട്. സോഫ്റ്റ്വെയർ സൈഡിലായാലും അതുപോലെ ഹാർഡ്വെയർ സൈഡിലായാലും എല്ലാവരും കുറച്ചും കൂടി അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ കൾച്ചറലി ആൾക്കാർ ചേഞ്ച് ആയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ബിം ഒരു മാൻഡേറ്ററി ആയിട്ട് പല ക്ലയൻറ്റ് സൈഡിൽ നിന്നും ഒരു റിക്വയർമെൻ്റായിട്ട് വരും. അത് ഈ ബിമ്മിൻ്റെ റിക്വയർമെൻറ്റ് നമ്മളുടെ ഒരു പ്രപ്പോസലിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഒരു ക്വാണ്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ അതൊരു കോസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കോൺട്രാക്ടേഴ്സിന് വരുന്ന ഭാഗത്താണ് അവർ അഡീഷണൽ കോസ്റ്റ് അതിന് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ക്ലയൻസൊക്കെ അതിനെ റിലക്റ്റൻ്റ് ആയിരിക്കും. കാരണം അഡീഷണൽ കോസ്റ്റ് ആക്ച്വലി അഡീഷണൽ കോസ്റ്റ് അല്ല, അത് ഫസ്റ്റ് ടൈം മാത്രം കുറച്ച് നിങ്ങൾക്കറിയാമല്ലോ. സാധാരണ ബിമ്മിൽ നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം ബിഗിനിങ്ങിലും കുറച്ച് കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരും. പിന്നെ ചേഞ്ചസിനൊക്കെ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന്
ചേഞ്ച് ചെയ്യാനും പറ്റും. പക്ഷെ അത് ഓവറോൾ ലോങ് റണ്ണിൽ പോയി നോക്കി കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു കോസ്റ്റ് സേവിങ് ആണ്. പക്ഷേ ബിഗിനിങ്ങിൽ അത് കോസ്റ്റ് ഇഷ്യൂ ആയിട്ടാണ് ആൾക്കാർ വരുന്നത്. കാരണം അവർക്ക് പുതിയ ആൾക്കാരുടെ പഴയ മെത്തേഡിൽ ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ കൾച്ചറിൽ ചേഞ്ച് ചെയ്യണം, അവർ സോഫ്റ്റ്വെയർ സ്കിൽസ് മാറണം, അങ്ങനെ കുറച്ച് ചലഞ്ചസ് ബിഗിനിങ്ങിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് ആൾക്കാർ ബെറ്ററായിട്ട് എല്ലാവരും ബിം എനേബിൾഡ് കമ്പനികളായിട്ട് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ മാർക്കറ്റിൽ അവർ റോള് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല ഇല്ല എന്നുള്ള അവസ്ഥ അതൊരു മാൻഡേറ്ററി ഫീൽഡായി മാറി. ബിം ശരിക്കും കോസ്റ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഓവറോൾ നമ്മുടെ എറേഴ്സ് കുറയും, സൈറ്റിലെ കൺസ്ട്രക്ഷൻ ഫാസ്റ്റ് ആവുകയും ചെയ്യുന്നതുകൊണ്ട് വിഷ്വലൈസേഷൻ സൈഡും സൈഡിൽ ഒരു ലേമൻ വിഷനിൽ വ്യൂവിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ആൾക്കാർക്ക് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഒരു സെക്ഷനൊക്കെ നമ്മൾ 3D സെക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ആ 3D ആയിട്ട് കാണുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാവുകയും എറേഴ്സിൻ്റെ സാധ്യത അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ എല്ലാ MEP ആയിക്കോട്ടെ എല്ലാവരും വളരെ ഫാസ്റ്റായിട്ട് ക്ലാഷ് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് കൺസ്ട്രക്ഷനിൽ ഒരുപാട് ഒബ്സലീറ്റ് വർക്ക്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും, ഡിമോളിഷൻസ് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് ശരിക്കും അത് അൾട്ടിമേറ്റ്ലി കമ്പനികൾക്ക് വലിയ ബെനിഫിറ്റാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് പോലത്തെ സ്ഥാപനങ്ങൾ ഇത് മാൻഡേറ്റ് ആക്കി കൊണ്ടുവന്നത്. ഇത് ലീഗലൈസ് ചെയ്തിട്ട് ഇതിന് കൂടുതലും എന്താ പറയുക പോപ്പുലാരിറ്റി വരുന്നതും ഇതുകൊണ്ടാണ്.